നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം എന്ന സങ്കല്പവും ദേവതാ സങ്കല്പവും ഒന്നാണോ? ഈശ്വരൻ, ദൈവം, ദേവത എന്നൊക്കെ പറയുന്നത് പലതാണോ? അതോ ഇതെല്ലാം ഒന്നാണോ എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് വിശദമായി പരിശോധിച്ചാൽ ഇവ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഏകത്വത്തിൽ പറയുമ്പോൾ എല്ലാം ഒന്നാണെന്ന് പറയാം. ഒരു ഫാമിലിയാണ്. മാവും മരവുമെല്ലാം മരമെന്ന ഫാമിലിയിലാണല്ലോ. എല്ലാ മാവും മരമാണ്, പക്ഷെ എല്ലാ മരവും മാവല്ല എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ദേവതാ സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ പൂജിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവതാ സമ്പ്രദായങ്ങളുണ്ട്. അത് വിഷ്ണുവിൻ്റെ സിദ്ധാന്തമുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരയാണ് ആദ്യമുള്ളത്. ബ്രഹ്മവിഷ്ണു മഹേശ്വരയിൽ സൃഷ്ടി ബ്രഹ്മാവിൻ്റെയും, സ്ഥിതി അതായത് ആളുകളെ നിലനിർത്തുന്നത് പരിപാലിച്ചുകൊണ്ട് പോകുന്ന വിഷ്ണുവും, അവസാനം ഇത് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതിന് സാഹചര്യം ഒരുക്കുന്നത് സംഹാരം എന്ന് പറയാം. ഒരു രൂപം തീർന്നിട്ട് അടുത്ത രൂപത്തിലേക്ക് സംഹാരം എന്ന് പറയാം. ഒന്ന് സംഹരിക്കപ്പെട്ട് അടുത്തതിലേക്ക് മാറുന്നതിൽ പരമശിവനാണെന്നൊക്കെ ഉള്ള കുറേ സങ്കല്പമുണ്ട്. അതിൽ ബ്രഹ്മാവ് സൃഷ്ടാവായതുകൊണ്ട് വലിയ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ നിലനിൽപ്പിനും നശിക്കലിനും പ്രാധാന്യമുണ്ടല്ലോ. നിലനിൽക്കണമെങ്കിൽ സുന്ദരമായി നിലനിൽക്കണം. സൃഷ്ടിച്ച് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജനിച്ച് വന്നില്ലേ കുഴപ്പം. പക്ഷെ വന്നാൽ ഇവിടെ നന്നായി നിലനിൽക്കണം. മരണവും ഒക്കെ നന്നായിരിക്കണം, മാറ്റമൊക്കെ. അതുകൊണ്ട് തന്നെ കൂടുതലും വൈഷ്ണവ സമ്പ്രദായവും ശിവസമ്പ്രദായവുമാണ്, ശൈവ സമ്പ്രദായവുമാണ് വളർന്നു വന്നത്. അതോടൊപ്പം തന്നെ ഒരു ശാക്തേയ സമ്പ്രദായം വന്നു, ഒരു ദേവീ സമ്പ്രദായം വന്നു, ഒരു പരദേവതാ സമ്പ്രദായവും വന്നു. ഇത് മൂന്നും വന്നതിന് ശേഷം പിന്നെ കുറേ അധികം പരമ്പരകളാണ് ഉണ്ടായത്. മക്കളുടെ പരമ്പര, മരുമക്കളുടെ പരമ്പര, അങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര കഴിഞ്ഞ് പരമശിവൻ പാർവതി വന്നപ്പോൾ പിന്നെ ലക്ഷ്മി വന്നപ്പോൾ പിന്നെ സരസ്വതി വന്നു, സ്ത്രീ ദേവതമാർ വരാൻ തുടങ്ങി. കാളി വന്നു, ഭദ്രകാളി വന്നു, ദേവി വന്നു, മുത്താരമ്മ വന്നു, ചാമുണ്ഡി ദേവി വന്നു. ഇങ്ങനെ ഒരു പരമ്പരയിലെ വൈവിധ്യങ്ങൾ വരാൻ തുടങ്ങി ഒരു വശത്ത്. മറുവശത്ത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭാവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം ദേവതാ സമ്പ്രദായത്തിൽ വന്നു. ശൈശവഭാവം, കുട്ടിക്കൃഷ്ണൻ, കുഞ്ഞുകൃഷ്ണൻ, മുതിർന്ന കൃഷ്ണൻ, അങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായി കുറേ കാര്യങ്ങൾ വന്നു. അവതാരങ്ങളൊക്കെ വന്നു. മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെ പറയുന്ന പരശുരാമൻ, ബലരാമൻ, പിന്നെ ശ്രീരാമൻ എന്നൊക്കെ പറയുന്ന കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന അവതാരങ്ങളുടെ കഥ വന്നു. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ മറ്റു പല രൂപത്തിലുള്ള ഭാവത്തിലുള്ള ദേവതാ സമ്പ്രദായങ്ങൾ വരുന്നത്. അത് വേറൊരു ലൈനാണ് ദേവതാ സമ്പ്രദായം. ദൈവമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൾമൈറ്റി, എല്ലായിടത്തുമുള്ള, എല്ലാ രൂപത്തിലുമുള്ള, നിങ്ങളിലും എന്നിലുമുള്ള ആ ഒരു അംശത്തെയാണ് നമ്മൾ പറയുന്നത്. അത് ഏറെയും കുറഞ്ഞും ഇരിക്കും ഓരോരുത്തരിലും, എല്ലാവരിലുമുണ്ട്. പക്ഷേ അത് തേടുന്നവരിലും അത് പരിപോഷിപ്പിക്കുന്നവരിലും കൂടുതലായിരിക്കും. അങ്ങനെയാണല്ലോ. ഇപ്പോൾ എല്ലാവരിലും കലയുണ്ട്, എല്ലാവരിലും ഒരു സാഹിത്യകാരനുണ്ട്, എല്ലാവരിലും ഒരു എഴുത്തുകാരനുണ്ട്, എല്ലാവരിലും ഒരു പാട്ടുകാരനുണ്ട്, അല്ലെങ്കിൽ പാട്ടുകാരിയുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്നതനുസരിച്ച് വളർന്നു വരും എന്നുള്ളതേ ഉള്ളൂ. ഏതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതനുസരിച്ച് വരും. നമ്മൾ ഈശ്വരനെ തേടി പോകേണ്ട. പിന്നെ അടുത്തൊരു സങ്കല്പമാണ് ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പവും കയറി വരുന്നുണ്ട്. നമ്മൾ ഈശ്വരനെ തേടി പോകേണ്ട എന്നാണ്, ഈശ്വരൻ നമ്മെ തേടി വരുമെന്നാണ്. അതാണ് അതിൻ്റെ വേറൊരു സിദ്ധാന്തമാണത്. ഈശ്വരനെ തേടി നമ്മളെങ്ങും അമ്പലത്തിലൊന്നും പോയി അങ്ങനെ ഈശ്വര എന്ന് പറഞ്ഞ് തേടി നടക്കണ്ട, ഈശ്വരൻ നമ്മളെ തേടി വരുമെന്നാണ്. അപ്പോൾ അങ്ങ് പ്രപഞ്ചത്തിൽ ദൈവമെന്ന് പറയുന്ന ഒരു സങ്കല്പം, ഏകസങ്കല്പം, ഏകസത്യം, ബഹുവിധ ആരാധനകൾ, ദേവതാ സമ്പ്രദായങ്ങൾ, അങ്ങനെ വളരെ വലിയ വ്യത്യസ്തമായ തോതിലുള്ള ചിന്താ പദ്ധതികളാണ് സനാതന ധർമ്മത്തിലും ഹിന്ദു മതത്തിലും പറയുന്നത്. ഇതൊരാൾ കണ്ടുപിടിച്ചതല്ല, ഒരാളിരുന്ന് എഴുതിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ്
അന്ന് ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാർ, ആചാര്യന്മാർ, ഗുരുക്കന്മാർ, പിന്നെയാണ് അവർ ഋഷീശ്വരന്മാരാവുന്നത്. ഗുരുക്കന്മാരും മുനിമാരും മാമുനിമാരും മനീഷിമാരും ആക്കുന്ന പിന്നെയാണ്. സ്വതന്ത്രമായിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായി, സ്വതന്ത്രമായി ആലോചിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായി അവരെത്തിച്ചേരുന്ന പല നിഗമനങ്ങളുമാണിത്. ശാസ്ത്രകാരന്മാരും അങ്ങനെ തന്നെയല്ലോ. സ്വതന്ത്രമായി മനസ്സിനെ മനനം ചെയ്ത് ഉള്ളതുമായി റിലേറ്റ് ചെയ്ത്, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വന്തം സീറോയിൽ നിന്നല്ല. ഈ യുക്തിവാദികളൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ശാസ്ത്രചിന്തകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ പറയും സ്വതന്ത്ര ചിന്ത എന്ന് പറയും. അങ്ങനൊരു ചിന്തയില്ല. സ്വതന്ത്രമായി ചിന്തയില്ല. റിലേറ്റ് ചെയ്ത ചിന്തയുള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയേ ഉള്ളൂ. ശരിയോ തെറ്റോ എന്നുള്ള ചിന്തയേ ഉള്ളൂ. ഒരു റിലേറ്റ് ചെയ്തുള്ള ചിന്തയേ ഉള്ളൂ. ഒരു കമ്പാരിസനേ ഉള്ളൂ. അല്ലാതെ സ്വതന്ത്രമായ ചിന്തയൊന്നുമില്ല. അത് ചുമ്മാ പറയുന്ന ചിന്തയാണ്. അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡേ ഉള്ളൂ. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നുകിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, ഇല്ലാത്ത അവസ്ഥ വന്നാൽ ഉണ്ട് എന്നൊരവസ്ഥയുണ്ട്. ഈ രണ്ടവസ്ഥ ഉണ്ടായിരിക്കണം. അല്ല, ഇല്ലാത്ത അവസ്ഥ മാത്രം ഉണ്ടെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു നിശ്ചലാവസ്ഥയാണ്. ഉണ്ട് എന്നുള്ളൊരവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ടെന്നുള്ളൊരവസ്ഥ വേണമെങ്കിൽ ഇല്ല എന്നുള്ളൊരവസ്ഥ കൂടെ വേണ്ടേ? അല്ലേ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് കമ്പയർ ചെയ്തല്ലേ പറയാൻ പറ്റും, റിലേറ്റ് ചെയ്തല്ലേ പറയാൻ പറ്റും. അപ്പോൾ ആ റിലേഷൻ പഠിക്കുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇല്ല, ഈശ്വരൻ ഉണ്ട് ഇല്ല, ദേവതാ സമ്പ്രദായം ഉണ്ട് ഇല്ല, ശരി തെറ്റ്, ഗുണം ദോഷം, ഇങ്ങനെ പറയാം, നന്മ തിന്മ, ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാം നന്മയാണെങ്കിൽ പിന്നെ സ്വത്വബോധം എന്താണ്? അതിനകത്തൊരു സ്വത്വമില്ല, ഒരു ഐഡൻറ്റിറ്റി ഇല്ല. കുറേ തിന്മ കൂടെ ഉള്ളപ്പോഴാണ് നന്മയ്ക്ക് ഐഡൻറ്റിറ്റി, തിന്മയ്ക്ക് ഐഡൻറ്റിറ്റി രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദേവതാ സമ്പ്രദായം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, കാലദേശങ്ങൾക്കനുസരിച്ച്, ജാതി വ്യത്യാസമനുസരിച്ച്, മതവ്യത്യാസമനുസരിച്ച് ദേവതാ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമായി തന്നെ വന്നിട്ടുണ്ട്. മാടൻ, മർദ, ചുടല, സമാധി, ദൈവങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വിഭാഗത്തിൽ, യോനി പൂജ വരെയുണ്ട്. ആസാമിൽ കാമാഖ്യ ക്ഷേത്രത്തിൽ യോനി പൂജ വരെയുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ പൂജാതി വിധികളും പൂജാതി കർമ്മങ്ങളും ഒക്കെയാണ് നിശ്ചയിച്ചു വച്ചത്. അതൊരു പക്ഷേ നിശ്ചയിച്ചവരുടെ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടും കൂടെ ആകാം. എല്ലാം ഇങ്ങനെ ശരിയായ തെറ്റോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കാലാനുസൃതമായി ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ശീലങ്ങൾ, ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദേവതാ സമ്പ്രദായത്തിൽ വന്നതാണ്. ദൈവസങ്കല്പം അതല്ല, തൂണിലും തുരുമ്പിലും സകല സ്ഥലത്തുമുള്ള ഒരു സങ്കല്പമാണ് ദൈവസങ്കല്പം. ഈശ്വരൻ എന്ന് പറയാൻ നശിക്കാതെ ഉള്ള വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈശ്വരൻ നശിക്കാതെയുള്ള ഒരു സ്വത്വം, അതൊരു ബോധവും കൂടെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നൊരു ബോധവും കൂടെയാണ്, അതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഒരു സംഹിതയാണ്. 4 വേദങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തെ വേദത്തിൽ, ഋഗ്വേദത്തിൽ പറയുന്ന മുഴുവൻ ജ്ഞാനത്തെക്കുറിച്ചാണ്, അറിവാണ് നേടേണ്ടത്. കൂടുതലും ഈ അറിവ് നേടിക്കൊണ്ടിരുന്ന ആളുകളെ ബ്രാഹ്മണൻ എന്ന് പറയും. അവരാണ് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടവർ. സമ്പൂർണ്ണമായി എല്ലാവർക്കും എല്ലാ അറിവും പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു ചെറിയ വിഭാഗം ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ച ഒരു വിഭാഗത്തെ അന്ന് നിശ്ചയിച്ചത്, അല്ലെങ്കിൽ പഠിക്കുന്നവരെ അങ്ങനെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ജ്ഞാനത്തിൻ്റെ വേദം, ജ്ഞാനത്തിൻ്റെ അറിവ്, വേദം എന്ന് പറഞ്ഞാൽ അറിവാണല്ലോ, ജ്ഞാനത്തെ സംബന്ധിക്കുന്ന അറിവാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. ഋഗ്വേദം കഴിഞ്ഞാൽ യജുർവേദം. യജുർവേദത്തിൽ സമ്പൂർണ്ണമായി പറയുന്നത് കർമ്മത്തെക്കുറിച്ചാണ്. നമുക്ക് കോശങ്ങളുണ്ടെങ്കിൽ, മജ്ജയുണ്ടെങ്കിൽ കർമ്മമുണ്ട്. നമ്മുടെ തലച്ചോറിന് കർമ്മമുണ്ട്, കണ്ണിന് കർമ്മമുണ്ട്, നാവിന് കർമ്മമുണ്ട്, ചെവിക്ക് കർമ്മമുണ്ട്, മൂക്കിന് കർമ്മമുണ്ട്, ത്വക്കിന് കർമ്മമുണ്ട്, ഹൃദയത്തിന് കർമ്മമുണ്ട്, ലിവറിനുണ്ട്, കിഡ്നിക്കുണ്ട്. ഓരോന്നിനും ഓരോ ധർമ്മവും കർമ്മവും ഒക്കെ ഉണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ. ഭൂമിയിലും അങ്ങനെയാണ്. എല്ലാ പക്ഷിലതാദികൾക്കും, സസ്യലതാദികൾക്കും, പക്ഷിമൃഗാദികൾക്കും എല്ലാവർക്കും അതിൻ്റേതായ ഒരു കർമ്മമുണ്ട്. മനുഷ്യർക്കുമുണ്ട്. മനുഷ്യൻ്റെ കോശം എപ്പോഴും കർമ്മം ചെയ്യാൻ ആവേശപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതുമാണ്. അതിൽ നല്ല കർമ്മമുണ്ട്, ദുഷ്കർമ്മമുണ്ട്, സത്കർമ്മമുണ്ട്, മോശപ്പെട്ട കർമ്മമുണ്ട്, കർമ്മബന്ധങ്ങളുണ്ട്.
അത് വാസനകളായി വരുന്ന രൂപങ്ങളുണ്ട്, വാസനകളായി മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് കയറുന്നതുണ്ട്. നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റി നമ്മുടെ മനസ്സിൽ വാസനയായി കയറിയാൽ പിന്നെ അത് അവിടെ ഉൾക്കൊണ്ടിട്ട് അടുത്ത ചിന്തയായി വന്ന് അടുത്ത അതേ ആക്ടിവിറ്റി ചെയ്യാനുള്ളൊരു ത്വര നമ്മളിൽ കാണിക്കും. അത് ഏത് ആക്ടിവിറ്റിയല്ല, ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഊണ് കഴിക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ ആ വാസന നമ്മൾ വരികയും വാസന ശരീരത്തിൽ പെട്ടെന്ന് അതേ സമയത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുകയും നാവിലത് പിന്നെ എന്താ പറയുക സലൈവയുടെ രൂപത്തിൽ വരികയും നമുക്ക് വയറ് വിശക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഓരോന്നും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ കർമ്മത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ കാര്യങ്ങളാണ് യജുർവേദത്തിൽ പറയുന്നത്. ഋഗ്വേദ യജുർവേദം. സാമവേദത്തിൽ പറയുന്നത് ആനന്ദത്തെക്കുറിച്ചാണ്, സന്തോഷത്തെക്കുറിച്ചാണ്. അതെല്ലാം ഈ ദേവതാ സമ്പ്രദായത്തിനുമായി ഇഴുകി വരുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷം നേടേണ്ടത്, മാനസികമായി ഉല്ലാസം നേടേണ്ടത് എന്താണ്, അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവസാനത്തതാണ് അഥർവവേദം. അതിനകത്ത് പറയുന്നത് സുസ്ഥിരമായി ഇതൊക്കെ നിലനിർത്തുന്നത്. അതിനകത്തിന് ആയുർവേദമൊക്കെ വരുന്നത് ശാരീരിക അവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നത്, മാനസികാവസ്ഥയെ നിലനിർത്തുന്നത്, അതിൻ്റെ ചികിത്സാ രീതികൾ, അത്തരം കാര്യങ്ങൾ ഇതൊക്കെ നിലനിർത്തുന്നത് എങ്ങനെ, സുസ്ഥിരമായ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 3-4 ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും അന്വേഷണങ്ങളുമൊക്കെ ഞാനീ പറഞ്ഞ ചിന്തകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ കർമ്മം നടക്കണം. ആ കർമ്മം കൊണ്ട് നമുക്ക് ആനന്ദം കിട്ടണം. ആനന്ദം നിലനിർത്തുകയും വേണം. നോക്കൂ എത്ര മനോഹരമാണ്. ജ്ഞാനം കൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റണം, കർമ്മം കൊണ്ട് ആനന്ദം കിട്ടണം, ആനന്ദം കൊണ്ട് നിലനിൽക്കാനും പറ്റണം, ആനന്ദത്തെ നിലനിർത്താൻ പറ്റണം. ഈ ചിന്താ പദ്ധതിയെ നമ്മൾ സഹായിക്കാൻ, ഇത്തരത്തിലൊരു ചിന്താ പദ്ധതിയെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിനെ പരുവപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന, നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത രൂപങ്ങളൊക്കെയാണ് ഈ ശക്തി. പ്രപഞ്ചത്തിലെ ശക്തിയെ നമ്മൾ തന്നെയാണ് സൃഷ്ടിച്ചത്. യേശുദാസ് പാടുന്ന പോലെ നമ്മൾ തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. മതങ്ങളല്ല സൃഷ്ടിച്ചത്, മനുഷ്യരാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ മതങ്ങൾ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ആദ്യ തെറ്റ്. മനുഷ്യൻ തന്നെയാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, ആ മനുഷ്യൻ തന്നെയാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. അല്ല, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. മനുഷ്യൻ തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. പക്ഷേ ഏതിൽ നിന്ന്? ദേവതകളെ സൃഷ്ടിച്ചത്. ദൈവത്തെ സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ദേവതകളെ സൃഷ്ടിച്ചത്. ദൈവമെന്ന് പറയുന്ന ആൾമൈറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഒരു ശക്തി, ഒരു ഊർജം, ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സാത്വികത, ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഉന്മ ഉണ്ട് ഇവിടെ. അതിനെ ദേവതാ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോയത് മനുഷ്യർ തന്നെയാണ്. അല്ലാതെ ദൈവങ്ങളില്ല, മറ്റ് ദൈവങ്ങളല്ല ഉള്ളത്. ഇതിൻ്റെ ഒരു ദേവതാ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറി. അവിടെയാണ് ആരാധനാ സമ്പ്രദായത്തിലേക്ക് വരുന്നു, പൂജാതി കർമ്മങ്ങളിലേക്ക് വരുന്നു, മന്ത്രതന്ത്രാദികൾ നമ്മൾ പയറ്റുന്നു. അത് ശരിക്ക് ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടാവുകയും ചെയ്യും. അതേസമയം മുരാരി തന്ത്രി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പിടിച്ചൊരു തന്ത്രി ഉണ്ടല്ലോ, അതൊക്കെ ആട്ടോ ഡ്രൈവറായി നടന്ന് പിന്നെ കുറച്ച് എന്തൊക്കെയോ അവിടെ ഇവിടെ നിന്നൊക്കെ പോയി മന്ത്രമൊക്കെ പഠിച്ച് 10 പേരുള്ള മോതിരമൊക്കെ ഇട്ട് 2 കൈ നിറച്ചും ഇവിടെ മുതൽ 2 കൈ അങ്ങോട്ട് അറ്റം വരെ വളയുമൊക്കെ ഇട്ട് 100 മാലയുമൊക്കെ ഇട്ട് വലിയ ആശ്രമമൊക്കെ പണിത് ആളുകളെ മുഴുവൻ പറ്റിച്ച് ജീവിച്ച അവസാനം ഇപ്പോൾ വീണല്ലോ. അയ്യപ്പനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ റീൽസൊക്കെ ചെയ്ത് അതിനൊക്കെ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി. ശബരിമലയെക്കുറിച്ച് വളരെ മോശമായ റീൽസൊക്കെ ഉണ്ടാക്കി, അതിനൊക്കെ വലിയ റീച്ചൊക്കെ. ഇപ്പോൾ ജയിലിൽ കിടക്കണം, കൈ ഒടിഞ്ഞ് കൊണ്ട് കോടതിയിൽ പോയിക്കൊണ്ടിരിക്കണം. ആരോ അടിച്ചെന്നറിയില്ല, പോലീസുകാരന്മാരൊക്കെ തിരിച്ചവനെ പിടിച്ചപ്പോൾ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു. പോലീസ് ഇവിടെ കോടതിയിൽ കയറി ഇറങ്ങുന്നു. അവരെയല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ചിന്താധാരയെ ഉദ്ദീപിപ്പിക്കുന്ന, മനുഷ്യന് സ്വബോധം കൊടുക്കുന്ന, നല്ല ബോധം കൊടുക്കുന്ന, സത്ചിന്തകൾ കൊടുക്കുന്ന, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണിത്. ഇത് മനുഷ്യൻ്റെയും ശരീരത്തെയും ആരോഗ്യത്തെയും ബലപ്പെടുത്തേണ്ടുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, അർജുന, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിൻ്റെ ശരീരത്തെയാണ്. ശരീരമാണ് നിൻ്റെ ക്ഷേത്രം, അതിനകത്താണ് ഇരിക്കുന്ന മനസ്സാണ് നിൻ്റെ ദേവത, അവിടെ ഇരിക്കുന്ന ചിന്തകളും മറ്റും ആക്കണം നിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശരീരത്തെ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം, മനസ്സിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, ഓരോ കാര്യങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം, ഈ ഭൗതിക ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് പറയുന്ന സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ. ഈ ദൈവസങ്കല്പവും ഈശ്വര സങ്കല്പവും ദേവതാ സങ്കല്പവും എല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് മനസ്സിലാക്കിയാൽ
നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതെടുക്കാം, ആവശ്യമില്ലാത്തവർക്ക് ഇത് എടുക്കാതിരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡോക്ടറെ കണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട്. ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഗുരുവായൂരാണ് താമസിക്കുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. അപ്പോൾ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പോകാമല്ലോ, വളരെ അടുത്തല്ലേ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ അവിടുത്തെ വെറ്റിനറി ഡോക്ടറാണ്, ആനയൊക്കെ പരിപാലിക്കുന്ന വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ എല്ലാ ദിവസവും പോകാമല്ലോ, കാരണം അവിടുത്തെ കണക്ഷൻ ഉണ്ടല്ലോ. പറഞ്ഞു അങ്ങനെ ഞാൻ പോകാറില്ല, ഞാൻ കൂടുതലും ഗീതയാണ് വായിക്കുന്നത്. ഞാൻ അടുത്താണ് ഗുരുവായൂരപ്പനുണ്ടെങ്കിലും ഗീതയാണ് കൂടുതൽ വായിക്കുന്നത്. ഞാൻ പോകും, പക്ഷേ ഗീതയാണ് കൂടുതൽ വായിക്കുന്നത്. ഗീത വായിക്കണം, ഗീത വായിച്ചാൽ മതി, എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്, സീനിയറായിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മുടെ പുരാണങ്ങളായാലും മഹാഭാരതമായാലും രാമായണമായാലും ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞാൽ അതിലെ വാച്യാർത്ഥം എടുക്കരുത്, അതിനകത്ത് പറഞ്ഞ വാചകാർത്ഥം എടുക്കരുത്, വാക്കർത്ഥം എടുക്കരുത്, എങ്കിൽ പിന്നെ നമുക്ക് കുഴഞ്ഞു പോകും. നമ്മൾ വ്യംഗ്യാർത്ഥം മനസ്സിലാക്കണം. എന്തിനാണ് അതിൻ്റെ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഏത് സന്ദർഭത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ വ്യംഗ്യാർത്ഥം എന്താണ്, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റണം. അതിൻ്റെ വ്യാഖ്യാനം പഠിക്കാൻ പറ്റണം. നമുക്ക് മനസ്സിലാവും, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചൊന്ന് മൈൻഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മൈൻഡ് അപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചാൽ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ചിട്ടകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ ശീലങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ തത്വചിന്തകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് ദൈവത്തെയും ദേവതകളെയും ദേവതാ സമ്പ്രദായത്തെയും ദേവതകളെയും ഈശ്വരനെയും ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഭൗതികമായൊരു വസ്തുവിനെ കാണുന്നത് പോലെ ഒരു വസ്തുവിനെ കാണണമെന്നും ഭൗതികമായ നമ്മൾ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും പരിഹാരം അദ്ദേഹം കണ്ടെത്തി തരണമെന്നും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരേണ്ട ഏതോ ഒരു കൗൺസിലറാണ്, അക്ഷയ കേന്ദ്രമാണ് ദൈവം എന്ന് പഠിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സങ്കല്പമല്ല അതിനകത്തുള്ളത്, അങ്ങനത്തെ കാഴ്ചപ്പാടുമല്ല. നന്മ തിന്മകളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് സത്ഫലം ഉണ്ടാവും, മോശം കാര്യങ്ങൾക്ക് ദുഷ്ഫലം ഉണ്ടാവും. പക്ഷേ സത്ഫലമുണ്ടാകാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ജ്ഞാനം വേണം. ആ ജ്ഞാനം നമുക്ക് ശരീരത്തിനും മനസ്സിനും മാത്രം പോരാ, ആ ജ്ഞാനം നമുക്ക് ഒരു ജീവനിലും ആത്മാവിലും ഒക്കെ ആ ഒരു ജ്ഞാനത്തിൻ്റെ പുണ്യം വേണം. അതിന് നമ്മൾ എന്തൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാട്, സത്യവും നീതിയും ധർമ്മവും അഹിംസയും സഹാനുഭൂതിയും സഹകരണവും പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ കൂട്ടിയോജിപ്പിക്കാം, അതിലെങ്ങനെയാണ് ഞാനീ പറഞ്ഞ അംശങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയുക, ഇങ്ങനെ ചിന്തിക്കുന്ന പുതിയ ഒരു രീതി സമ്പ്രദായമാണ്, ഒരു പഠന രീതിയാണ്, ഒരു പഠന പ്രക്രിയയാണത്. അതങ്ങനെ പഠിച്ചാൽ വളരെ മനോഹരമായി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞ 3 ഘടകങ്ങളും, ദേവനായാലും ദൈവമായാലും ഈശ്വരനായാലും ദേവതയായാലും ഇതിനെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ വേർതിരിച്ച് തന്നെ പഠിച്ച് മനസ്സിലാക്കി പോയാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും കഴിയും. എത്രയും നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് ക്ലാരിറ്റി കൂടുതലായിരിക്കും.